നമ്മുടെ ഫിസിക്സിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറഞ്ഞ ചാപ്റ്റർ അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള വലിയൊരു ചാപ്റ്റർ ആണല്ലേ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 23 മുതൽ 25 വരെ മാർക്കിന് ക്വസ്റ്റ്യൻസ് ക്രിസ്മസ് എക്സാമിന് ചോദിക്കാറുണ്ട്. മാത്രമല്ല പബ്ലിക് എക്സാമിനും ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റേജിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളതെന്ന് ഫസ്റ്റ് നോക്കിയാലോ. നോക്കിയേ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ക്രിസ്മസ് എക്സാമിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഓണം എക്സാമിന്റെ പോർഷൻസ് കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലാണ്. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്ഷൻ. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ്. രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സും അതിന്റെ ട്രാൻസ്ഫോമർ ഇക്വേഷനും ആ ഇക്വേഷൻ വെച്ചിട്ടുള്ള കളികളാണ് കംപ്ലീറ്റ്. അതായത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരാറ് ഈ ട്രാൻസ്ഫോമർ ഇക്വേഷൻ വെച്ചിട്ടാണ്. അതിനുശേഷം സെൽഫ് ഇൻഡക്ഷൻ, പിന്നീടാണ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ, ചലിക്കും ചുരുൾ മൈക്രോഫോൺ. മാത്രമല്ല പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, പവർ പ്രേഷണവും വിതരണവും, ട്രാൻസ്മിഷൻ ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്മിഷൻ ലോസ്, പ്രസരണ നഷ്ടം അഥവാ പ്രേഷണ നഷ്ടം. പിന്നീടാണ് ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ, ഗൃഹ വൈദ്യുതീകരണം, വാട്ട് അവർ മീറ്ററിന്റെ ആ ഒരു കാൽക്കുലേഷൻ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. മാത്രമല്ല സേഫ്റ്റി മെഷേഴ്സും ഇലക്ട്രിക് ഷോക്കിനെ കുറിച്ചും. ഈ ഒരു പോർഷനൊക്കെ നിങ്ങൾക്ക് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക, ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ ഒരു പോർഷൻസ് നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കണം, കാരണം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വരാറുള്ള സ്ഥിരം ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെട്ടാലോ. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. In our country, AC is generated in dash voltage. നമ്മൾ AC ജനറേറ്ററുകൾ ഉപയോഗിച്ച് ലാർജ് സ്കെയിൽ ആയിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന AC-യുടെ വോൾട്ടത എത്രയാണ്? നമുക്കറിയാം അത് 11 കിലോ വോൾട്ട് അഥവാ 11,000 വോൾട്ട് ആണ്. അങ്ങനെ ഉണ്ടാക്കുന്ന AC-യുടെ ആവൃത്തി അഥവാ ഫ്രീക്വൻസി അത് എത്രയാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് എത്രയായിരിക്കും? വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് AC ജനറേറ്റഡ് ഇൻ ഇന്ത്യ? അത് 50 ഹെർട്സ് ആണ്, 50 ഹെർട്സ് ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്. In the given circuit, which bulb will glow brighter and why? ഓക്കെ, താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ഏത് ബൾബായിരിക്കും കൂടുതൽ തീവ്രതയോടെ പ്രകാശിക്കുക? ഇത് എന്താണ് ആക്ച്വലി? ഇത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? നമ്മുടെ സെൽഫ് ഇൻഡക്ഷൻ വഴി ബാക്ക് EMF ഉണ്ടാവുന്ന പ്രക്രിയ. അപ്പോൾ നമുക്കറിയാം AC കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കോയിലിലൂടെ AC കറണ്ട് ഒഴുകിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവുമായിരുന്നു? ബാക്ക് EMF ഉണ്ടാവും. അതായത് അവിടെ ഒഴുകുന്ന കറണ്ടിനെ ഓപ്പോസ് ചെയ്യുന്ന തരത്തിൽ ഒരു ബാക്ക് EMF അവിടെ ഉണ്ടാവുമായിരുന്നു. അപ്പം 3 ഫിഗേഴ്സിൽ ഇവിടെ ഈ ഫിഗറിൽ മാത്രം എന്താണ് കൊടുത്തത്? DC കറണ്ട് ആണ്. അപ്പൊ അവിടെ ബാക്ക് EMF ഇല്ല. അതായത് കൊടുക്കുന്ന കറണ്ട്, കൊടുക്കുന്ന വോൾട്ടേജ് അതുപോലെ തന്നെ അവിടെ കിട്ടുന്നുണ്ട് അല്ലേ, ബൾബിന് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ രണ്ടിടത്തിലോ ഇവിടെ ബാക്ക് EMF ഉണ്ടാവും. ഓക്കെ, എന്താണ് ബാക്ക് EMF ഉണ്ടാകും. ഇവിടെയും ബാക്ക് EMF ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ബാക്ക് EMF എവിടെയാണ് ഉണ്ടാവുക? നമുക്കറിയാം നമ്മുടെ ചുറ്റുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാലും അവിടെ സോഫ്റ്റ് അയൺ കോർ വെച്ച് കഴിഞ്ഞാലും ബാക്ക് EMF നന്നായി ഉണ്ടാവും. അപ്പം കൊടുക്കുന്ന EMF കുറെ കുറഞ്ഞു പോയി. ഇവിടെ അത്രയൊന്നും കിട്ടില്ല. ഏറ്റവും നന്നായി ബ്രൈറ്റ് ആയിട്ട് കത്തുക ആരായിരിക്കും? നോക്കിയേ, നമ്മുടെ DC കണക്ഷൻ കൊടുത്ത ബൾബായിരിക്കും. മറ്റ് 2 കേസിലും ബാക്ക് EMF ഉണ്ടാവുന്നു സെൽഫ് ഇൻഡക്ഷൻ കാരണം. അതാണ് അതിൻ്റെ റീസൺ. ഓക്കെ, അപ്പം അതിന് ആൻസർ B ആയിട്ട് വരും. മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ, ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ കറന്റ് ഇൻ ദ സെക്കൻഡറി കോയിൽ ഓഫ് എ ട്രാൻസ്ഫോമർ വിത്ത് നോ പവർ ലോസ് ഈസ് 5 ആംപിയർ ആൻഡ് ദാറ്റ് ഇൻ ദ പ്രൈമറി ഈസ് 0.5 ആംപിയർ. ട്രാൻസ്ഫോമർ ഇക്വേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതായത് ന്യൂമറിക്കൽ സെക്ഷൻ ആണ്. പവർ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി കോയിലിലെ കറണ്ട് 5 ആംപിയറും പ്രൈമറി കോയിലിലെ കറണ്ട് 0.5 ആംപിയറുമാണ്. കറണ്ടാണ് തന്നത്, പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും. അതായത് IP-യും IS-ഉം തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ദിസ്? സ്ഥിരം ചോദിക്കുന്നതാണ്, ചോദിച്ചിരിക്കും. എന്താണ്? ട്രാൻസ്ഫോമറിന്റെ ടൈപ്പ് കണ്ടുപിടിക്കാൻ. സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ? അത് ഈ ഒരു കറണ്ടിന്റെ വാല്യൂ, IP-ലെയും IS-ൻ്റെയും വാല്യൂ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ആരാണ് സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്ന്. മാത്രമല്ല B ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് ദിസ് ട്രാൻസ്ഫോമർ ഈസ് 240 വോൾട്ട് കാൽക്കുലേറ്റ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജ് അതായത് പ്രൈമറി വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, 240 വോൾട്ട് ആണ്. അങ്ങനെയെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? അതാണ് ക്വസ്റ്റ്യൻ. അത് IP-യും IS-ഉം VP-യും അറിയുന്ന ആൾക്ക് VS ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് ഏത് ടൈപ്പ് ട്രാൻസ്ഫോമറാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അതെങ്ങനെ മനസ്സിലായി മിസ്സേ? നമുക്ക് അറിയില്ലല്ലോ
എന്താണ് നോക്കിയേ, നമുക്ക് തന്ന വാല്യൂസ് ആക്ച്വലി IS പറയുന്നത് എന്താണ്, IS എന്ന് പറയുന്നത് 5 ആംപിയറും IP എന്ന് പറയുന്നത് 0.5 ആംപിയറുമായിരുന്നു അല്ലേ. അവിടെ ഏറ്റവും കുറവാരാണ്, പ്രൈമറിയിലെ കറണ്ടാണ് കുറവ്. പ്രൈമറിയിൽ എപ്പോഴായിരുന്നു കറണ്ട് കുറവുണ്ടാവുക, അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലായിരുന്നു. അതൊരു ട്രിക്ക് വെച്ച് പഠിച്ചാലോ, എങ്ങനെ മനസ്സിലാക്കാം, നമ്മുടെ കയ്യിൽ ട്രാൻസ്ഫോമർ ഇക്വേഷൻ ഉണ്ടല്ലേ, എന്താണ് VS/VP ഈക്വൽ ടു NS/NP ഈക്വൽ ടു IP/IS. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഇത് നിങ്ങൾക്ക് അറിയാം, ഒരു കുഴപ്പമില്ല. അങ്ങനെയെങ്കിൽ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം. ഇവിടെ അപ്പിലുള്ള ആൾക്കാർ, അതായത് ഈ ഡിവിഷന്റെ മുകളിലുള്ള ആൾക്കാർ, അപ്പ് VS NS IP ഇതൊക്കെ അപ്പിലല്ലേ, താഴെ VP NP IS അതൊക്കെ ഡൗണിലല്ലേ. അപ്പം അപ്പിലുള്ള ആൾക്കാർ കൂടുന്ന കേസ് അതെവിടെയായിരിക്കും, സ്റ്റെപ്പ് അപ്പിലായിരിക്കും. ഓക്കെ, ഡൗണിലുള്ള ആൾക്കാർ VP NP IS ഇതെല്ലാം എപ്പോഴാണ് കൂടുക, അത് സ്റ്റെപ്പ് ഡൗണിലായിരിക്കും. ജസ്റ്റ് ഒരു ട്രിക്ക് മാത്രം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ട്രിക്ക് മാത്രം. അങ്ങനെയെങ്കിൽ നമ്മൾ ഇപ്പൊ കണ്ട കേസ് എന്താണ്, ആരാണ് കൂടുതൽ, IS ആണ് കൂടുതൽ, IP അല്ല, IS ആണ് കൂടുതൽ. ഇക്വേഷൻ നോക്കിയേ, IP അല്ല IS ആ കൂടുതൽ, ഡൗണിലുള്ള ആളാണ് കൂടുതൽ. അപ്പൊ അത് ഏത് ട്രാൻസ്ഫോമർ ആയിരിക്കും, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി കാൽക്കുലേഷൻ നോക്കണം. അത് നോക്കുന്ന സമയത്ത് നോക്കിയേ, നമുക്കറിയാം IS തന്നിട്ടുണ്ട്, IP തന്നിട്ടുണ്ട്, VP തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യുക. VS/VP ഈക്വൽ ടു IP/IS. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, VS ഈക്വൽ ടു 240 ഇൻറ്റു 0.5/5 ചെയ്ത് കഴിഞ്ഞാൽ 240 ഇൻറ്റു 0.5/5, അതായത് 240 ഇൻറ്റു 1/10 അല്ലേ, 0.5/5 1/10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24 വോൾട്ട് കിട്ടും. കണ്ടോ, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഇക്വേഷൻസിൽ നമുക്ക് 3 ആളെ തന്നിട്ട് 4ാമത്തെ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അത് ഇവിടെ കറണ്ട് ആണെങ്കിൽ വേണമെങ്കിൽ നമ്പർ ഓഫ് ടേൺസിനെ വെച്ച് ചോദിക്കും, അതും ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് യു മീൻ ബൈ ട്രാൻസ്മിഷൻ ലോസ്. എന്താണ് പ്രസരണ നഷ്ടം അഥവാ പ്രേഷണ നഷ്ടം എന്ന് പറയുന്നത്? മാത്രമല്ല എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഈസ് മിനിമൈസ്ഡ്, എങ്ങനെയാണ് അത് കുറയ്ക്കുന്നത്. എന്താണ് പ്രേഷണ നഷ്ടം എന്തെന്ന് പറയാം നമുക്ക്. നോക്കിയേ, ഇറ്റ് ഈസ് ദ ലോസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് വൈൽ പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ട്രാൻസ്മിഷൻ ലൈൻസ്. അതായത് പവർ സ്റ്റേഷനിൽ നിന്നും വൈദ്യുതോർജ്ജം പ്രേഷണ ലൈനിലൂടെ വിതരണ കേന്ദ്രത്തിലേക്ക് അയക്കുമ്പോൾ എന്ത് സംഭവിക്കും, താപരൂപത്തിൽ വൈദ്യുതോർജ്ജം നഷ്ടപ്പെടുന്ന പ്രതിഭാസം അല്ലേ. എന്താണ്, പവർ ലോസ് ആണ്, എനർജി ഹീറ്റ് എനർജി ആയിട്ട് നഷ്ടമായി പോവുക കേബിളിലൂടെ വരുന്ന സമയത്ത്. അതായിരുന്നു ട്രാൻസ്മിഷൻ ലോസ്. അതെങ്ങനെ കുറയ്ക്കാം, നമുക്ക് ഹീറ്റ് എനർജി കുറയ്ക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ H=I²RT പറഞ്ഞ ഇക്വേഷൻ ഉണ്ട് അല്ലേ. ഹീറ്റ് കുറയ്ക്കണമെങ്കിൽ I കുറച്ചാൽ മതി, കറണ്ട് കുറച്ചാൽ മതി. പക്ഷെ കറണ്ട് കുറച്ചാൽ പവറും കുറഞ്ഞു പോവില്ലേ. അത് കുറയാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വോൾട്ടത കൂട്ടണം. കാരണം പവർ ഈസ് ഈക്വൽ ടു VI ആണ് നമുക്കറിയാം. കറണ്ട് കുറയ്ക്കുമ്പോൾ വോൾട്ടത കൂട്ടണം, എന്നാലേ ഉള്ളൂ പവർ കോൺസ്റ്റന്റ് ആയി നിൽക്കൂ. അപ്പം നമ്മൾ ഈ ഒരു പ്രസരണ നഷ്ടം അഥവാ ട്രാൻസ്മിഷൻ ലോസ് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ കറണ്ട് കുറയ്ക്കണം എന്ന് പറയാം, അല്ലെങ്കിൽ വോൾട്ടത കൂട്ടണം. കറണ്ട് കുറയ്ക്കാൻ വേണ്ടി വോൾട്ടത കൂട്ടണം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമ്മൾ വോൾട്ടത കൂട്ടുക, അതിനുശേഷം ട്രാൻസ്മിറ്റ് ചെയ്യിക്കുക. അതാണ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കേട്ടോ. വെൻ ഇലക്ട്രിസിറ്റി ഈസ് ട്രാൻസ്മിറ്റഡ് ടു ഡിസ്റ്റന്റ് പ്ലേസസ് ദർ ഈസ് ലോസ് ഓഫ് എനർജി ഇൻ കണ്ടക്ടേഴ്സ്. നമ്മൾ പറഞ്ഞു ട്രാൻസ്മിഷൻ ലോസ് ആണ്. അതെങ്ങനെയാണ്, എന്തൊക്കെ മെത്തേഡ് ഉപയോഗിച്ചാണ് റെഡ്യൂസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബി ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ദർ ഇൻ പവർ സ്റ്റേഷൻ. അങ്ങനെയെങ്കിൽ പവർ സ്റ്റേഷനുകളിൽ എന്ത് ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ് ഉണ്ടാവുക? നമ്മൾ പറഞ്ഞു പവർ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു വോൾട്ടത കൂട്ടണം. പവർ നഷ്ടം ഇല്ലാതിരിക്കണമെങ്കിൽ വോൾട്ടത കൂട്ടണം. വോൾട്ടത കൂട്ടാൻ വേണ്ടി നമ്മൾ ആരെ ഉപയോഗിക്കുന്നു, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നു. അങ്ങനെയെങ്കിൽ പവർ സ്റ്റേഷനിൽ എന്താണ് ഉണ്ടാവുക, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അടുത്ത ക്വസ്റ്റൻ എന്താണ്, വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. ലാസ്റ്റ് എത്തുന്ന ഒരു ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു അല്ലേ നമ്മുടെ വീടുകളിലോട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പേ.
അവിടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. അവിടുന്ന് എന്താ ചെയ്യുന്നത്? ആ ലാർജ് ആയിട്ടുള്ള 11 കിലോ വോൾട്ടിൽ കിടക്കുന്ന വോൾട്ടത കുറയ്ക്കണം. നമുക്ക് വെറും 230 വോൾട്ട് മതിയല്ലേ? അപ്പം വോൾട്ടത കുറയ്ക്കണം. വോൾട്ടത കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏത് ട്രാൻസ്ഫോമർ ആണ്? അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? If a person standing on the earth touches a phase line, will he get an electric shock? Why? എന്താണ്? താഴെ നിൽക്കുന്ന ഒരാള്, എർത്തിൽ നിൽക്കുന്ന ഒരാള് ഫേസ് ലൈൻ തൊട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ഷോക്ക് അടിക്കുമോ? എന്തുകൊണ്ട്? ഉറപ്പായും ഷോക്ക് അടിക്കും. കാരണം ഫേസ് ലൈനും എർത്ത് ലൈനും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ ആ ഒരു വ്യത്യാസം, പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? 230 വോൾട്ട് ആണ്. അപ്പം അയാൾ തൊട്ട് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അയാളുടെ ശരീരത്തിലൂടെ 230 വോൾട്ട് ഒഴുകും. അയാൾ ഷോക്ക് അടിച്ച് തട്ടിപ്പോവല്ലേ? മറ്റൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഫേസ് ലൈൻസ്? അങ്ങനെയെങ്കിൽ 2 ഫേസ് ലൈൻ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? അതെത്രയാണ്? അറിഞ്ഞിരിക്കുക. 400 വോൾട്ടാണ്. 400 വോൾട്ടാണ്. ഓക്കെ, ഒരു ഫേസും ഒരു ന്യൂട്രലും തമ്മിൽ 230 വോൾട്ട്, ഒരു ഫേസും എർത്തും തമ്മിൽ 230 വോൾട്ട്, 2 ഫേസുകൾ തമ്മിൽ 400 വോൾട്ടാണ് ഡിഫറൻസ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? Calculate the amount of energy used by an iron box with power 500 watt which is working for 2 hours. എന്താണ്? 500 വാട്ട് പവറുള്ള ഒരു ഇസ്തിരിപ്പെട്ടി 2 മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതോർജ്ജം കാണുക. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. ഇലക്ട്രിക്കൽ എനർജി കണ്ടുപിടിക്കാൻ വാട്ട് അവർ മീറ്റർ വെച്ചിട്ട് ഇലക്ട്രിക്കൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഉണ്ടായിരുന്നു. എന്താണ്? പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവേഴ്സ് ഡിവൈഡ് ബൈ 1000. ഒരു ഡിവൈസിൻ്റെ പവർ ഇൻറ്റു അത് എത്ര ടൈം വർക്ക് ചെയ്തു, മണിക്കൂറിലുള്ള സമയം ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കിയേ, എന്താണ്? 500 വാട്ടാണ് ഇതിൻ്റെ പവർ. 2 മണിക്കൂർ സമയം എടുത്തു. ഡിവൈഡ് ബൈ 1000 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1 കിലോ വാട്ട് അവർ കിട്ടും, അല്ലെങ്കിൽ 1 യൂണിറ്റ് കിട്ടും. ഇതുപോലെയുള്ള കിലോ വാട്ട് അവർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കാറുണ്ട്. മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുകയും വേണം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ? റൈറ്റ് എനി 2 പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ടു അവോയ്ഡ് ഇലക്ട്രിക് ഷോക്ക്. വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ പാലിക്കേണ്ട ഏതെങ്കിലും 2 മുൻകരുതലുകൾ എടുക്കുക, എഴുതുക. നമുക്കറിയാം, എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അവിടെ മെയിനായിട്ട് 2-3 പോയിന്റ്സ് മാത്രം നിങ്ങൾക്ക് എടുത്തു പറയാം. MCB, ഫ്യൂസ്, ELCB എന്നീ സാധനങ്ങൾ ഉപയോഗിക്കുക. മാത്രമല്ല, വെയർ റബ്ബർ ഫുട് വെയർ വൈൽ ഓപ്പറേറ്റിംഗ് ഇലക്ട്രിക് ഡിവൈസ്. ഒരു ഡിവൈസ് വർക്ക് ചെയ്യുന്ന സമയത്ത് റബ്ബർ ചെരുപ്പുകൾ ധരിക്കുക. മാത്രമല്ല, ഇൻസേർട്ട് ആൻഡ് വിഡ്രോ പ്ലഗ് പിൻസ് ഓൺലി ആഫ്റ്റർ സ്വിച്ചിങ് ഓഫ്. സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു സോക്കറ്റിൽ നിന്ന് പ്ലഗ് ഊരുകയും ഇടുകയും മാത്രം ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു പോർഷനിലൂടെ നമ്മൾ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണല്ലേ. അപ്പം ഇപ്പം മിസ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് ചാപ്റ്ററിലൂടെ കവർ ചെയ്ത് വന്നതാണ്. ഈ ക്വസ്റ്റ്യൻസും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ്, വാല്യൂസ് ഒക്കെ മാറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സിമിലർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതിയടാ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പം നന്നായി പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നേഹ ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.